പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം നമ്മൾക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ സ്തുതിപ്പാൻ വീണ്ടും ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം, 13-14 വാക്യം. പുരുഷാരത്തിൽ ഒരുത്തൻ അവനോട്, ഗുരു, ഞാനുമായി അവകാശം പകുതി ചെയ്യുവാൻ എന്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. അവനോട് അവൻ, മനുഷ്യ, എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയത് ആരെ എന്ന് ചോദിച്ചു. കർത്താവ് യേശു ക്രിസ്തുവിനോട് ഒരാൾ, ആൾക്കൂട്ടത്തിൽ യേശു ക്രിസ്തു സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരാൾ വന്ന് ചോദിക്കുകയാണ്, ഗുരു, ഞാനുമായി അവകാശം പങ്കുവെക്കാൻ എൻ്റെ സഹോദരനോട് കൽപ്പിച്ചാൽ എന്ന്. ന്യായമായ ആവശ്യമാണ്. കാരണം സഹോദരനുമായി കുടുംബസ്വത്ത് വീതം വയ്ക്കുന്ന ഒരു സംഭവം കർത്താവിൻ്റെ മുമ്പിൽ അപേക്ഷിക്കുകയാണ്. ന്യായമാണ് ആവശ്യം. ഒരുപക്ഷെ മുൻപ് അത് വീതം ചെയ്തതായിരിക്കാം, ന്യായമായത് അവന് കിട്ടിയില്ലായിരിക്കാം. അല്ലെങ്കിൽ വീതം വെപ്പിൽ അവർ തീരുമാനിച്ചിരിക്കുന്ന പ്രകാരം അർഹമായതോ അല്ലെങ്കിൽ ആഗ്രഹിച്ചതോ അവന് ലഭ്യമായില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നത്. ന്യായമായ ആവശ്യമാണ്. പക്ഷേ കർത്താവിൻ്റെ മറുപടി, അവനോട് കർത്താവ്, മനുഷ്യ, എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയത് ആർ എന്ന് ചോദിച്ചു. പെട്ടെന്ന് കർത്താവിൻ്റെ മറുപടി, ഈ ഒരു വിഷയത്തിൽ എന്നെ നിങ്ങളുടെ മധ്യത്തിൽ കൊണ്ടിടുവാൻ നിങ്ങളെ ആക്കിയത് ആർ എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ അവൻ ആഗ്രഹിക്കുന്ന ചില സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ചില വിഷയങ്ങളിലേക്ക് കർത്താവിനെ കൊണ്ടുവന്നിട്ടിട്ട് അല്ലെങ്കിൽ കർത്താവിൻ്റെ പേര് പറഞ്ഞ് എനിക്ക് ന്യായം പാലിച്ചു തരേണം എന്ന ഒരു ആഗ്രഹമുണ്ട്. നമുക്കറിയാം, വസ്തുതർക്കങ്ങളിലൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന ഒരു കാര്യമാണ് വസ്തു തർക്കങ്ങൾ. അല്ലെങ്കിൽ ഏതെങ്കിലും സ്വത്ത്, പൈതൃകമായ സ്വത്തുകളെ, പരമ്പരാഗതമായ സ്വത്തുകളെ വീതം വയ്ക്കുമ്പോൾ തുല്യമല്ലാതെ പോകുകയോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഇടങ്ങൾ നമുക്ക് കിട്ടാതെ വരികയോ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ചില പ്രതിസന്ധികൾ കടന്നു വരാറ്. ഇവിടെയും അതുതന്നെയാണ് ഉണ്ടായത്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കർത്താവ് കടന്നു വരികയില്ല എന്നാണ് നമുക്ക് ദൈവവചനം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ദൈവമക്കളുടെ ഇടയിലേക്ക്, ദൈവവചനം അനുശാസിക്കുന്നവരുടെ ഇടയിലേക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങളുമായി കർത്താവിൻ്റെ അടുക്കിലേക്ക് വരരുത് എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അതിന് താക്കീത് കൊടുക്കുകയാണ്. ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് കർത്താവിനെ വലിച്ചിടുന്ന ഒരുപാട് സംഭവങ്ങളെ നമുക്കറിയാം. അതിൻ്റെ ഇടയിൽ കർത്താവിന് സ്ഥാനമില്ല, അല്ലെങ്കിൽ കർത്താവ് അവിടെ കടന്നു വരികയില്ല എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പൊ നമുക്ക് തീർച്ചയായും ചോദിക്കാം, അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ കർത്താവ് വരണ്ടേ എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനുള്ള മറുപടി നമുക്ക് തുടർന്ന് ചിന്തിക്കാം. ദൈവവചന പ്രകാരം നാം ചിന്തിക്കുമ്പോൾ സഹോദരനുമായി ഇപ്പോൾ വസ്തുതർക്കം അല്ലെങ്കിൽ സ്വത്ത് തർക്കം നടക്കുമ്പോൾ സഹോദരനോട് ഒരു വിട്ടുവീഴ്ച ചെയ്താൽ, അന്ന് വിട്ടുകൊടുത്താൽ തീരാവുന്ന ഒരു പ്രശ്നമാണ് ഇത്. അപ്പോൾ ഈ ചോദ്യം ചോദിച്ച ആളുടെ ലക്ഷ്യം സഹോദരനുമായി ഒരു നിരപ്പല്ല, സഹോദരനുമായി ദ്രവ്യം പങ്കിടുകയാണ്, അല്ലെങ്കിൽ ആ വസ്തു പങ്കിടുക, അല്ലെങ്കിൽ ധനം പങ്കിടുകയാണ്. ധനത്തോടുള്ള അവന്റെ അതിയായ മോഹമാണ് നമ്മൾക്ക് ഇവിടെ ഈ വരികൾക്കിടയിൽ മനസ്സിലാക്കുവാൻ തക്കണം. അപ്പോൾ നോക്കുക, നമ്മൾക്ക് ധനത്തോട് മോഹമുണ്ടെങ്കിൽ ആ ധനത്തിൻ്റെ ഇടയിലേക്ക് കർത്താവിനെ വലിച്ചിടരുത് എന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്. നമുക്കറിയാം, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളാണ് ഏറ്റവും വഷളായി പിന്നീട് മാറുന്നത്. അത് കൊലപാതകങ്ങളിലേക്കും വലിയ വഴക്കുകളിലേക്കുമൊക്കെ പോകാറും. ഇന്ത്യയും പാകിസ്ഥാനും പോലും ഇല്ലാത്തത്രയും ശത്രുത സഹോദരങ്ങളുമായി ചുറ്റുവട്ടത്ത് താമസിക്കുന്ന നമ്മുടെ ബന്ധുക്കളല്ലാത്തവരോട് കാണിക്കുന്നതിനേക്കാൾ വലിയ പക മനുഷ്യൻ സ്വസഹോദരങ്ങളോട് കാണിക്കുന്നു. ആദ്യ കാലങ്ങളിൽ സഹോദരങ്ങൾ തമ്മിൽ വലിയ ബന്ധമാണ്. ചെറിയ പ്രായം മുതൽ വലിയ ബന്ധങ്ങളാണ്. ഇണങ്ങിയും പിണങ്ങിയും ഒക്കെ അവർ ജീവിക്കുന്നു. എന്നാൽ ഒരു കാലം കഴിയുമ്പോൾ പിണക്കങ്ങൾ മാത്രമേ ഉള്ളൂ, ഇണക്കങ്ങൾ ഇല്ലാതെയാകുന്നു. മനുഷ്യൻ എന്ത് ചെയ്യുന്നു? അപവാദം പറയും. നമ്മൾ വായിച്ച 50-ാം സങ്കീർത്തനത്തിൽ ദേവദാസൻ സംസാരിച്ച 50-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാം വാക്യത്തിൽ പറയുന്നു, നീ ഇരുന്ന് നിന്റെ സഹോദരന് വിരുദ്ധമായി അല്ലെങ്കിൽ സഹോദരന് വിരോധമായി
സംസാരിക്കുന്നു, നിന്റെ അമ്മയുടെ മകനെക്കുറിച്ച് അപവാദം പറയുന്നു. സ്വന്തം സഹോദരനെക്കുറിച്ച് അപവാദം പറയുന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധത്തിന്റെ അകൽച്ചയാണ് നമ്മൾക്കിവിടെ കാണുന്നത്. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് സാമ്പത്തിക തുല്യതയല്ല, സഹോദരങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക തുല്യതയല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ബന്ധങ്ങൾക്കിടയിലേക്ക് ദൈവം കടന്നു വരിക എന്നുള്ളതാണ്. നമ്മുടെ സഹോദരങ്ങളുമായിട്ടുള്ള, ദൈവത്തെ അറിഞ്ഞവരോ അറിയാത്തവരോ ആയിക്കോട്ടെ, നമ്മുടെ സഹോദരൻ ഒരുപക്ഷെ ദൈവത്തെ അറിയാത്തവനായിരിക്കാം, പക്ഷേ ആ സഹോദരന്റെ ഇടയിലേക്ക്, നമ്മുടെ ഇടയിലേക്കും ദൈവം ഇറങ്ങി വരണം, കർത്താവ് ഇറങ്ങി വരണം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി വരണം. അവന്റെ അത്യാഗ്രഹത്തിന്റെ പരിണിത ഫലമാണ്, ദ്രവ്യാഗ്രഹത്തിന്റെ, അവന്റെ ധനത്തെക്കുറിച്ചുള്ള അവന്റെ അത്യാഗ്രഹത്തിന്റെ പരിണിത ഫലമാണ് അവന് ഇങ്ങനെ ഉണ്ടായത്. വിശ്വാസികളുടെ ഇടയിലേക്ക്, ബന്ധങ്ങളുടെ ഇടയിലേക്ക് നമ്മുടെ കർത്താവ് കടന്നു വരണം. ബന്ധങ്ങളുടെ ഊഷ്മളതയിലേക്ക് കർത്താവ് കടന്നു വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ഷമിക്കുവാൻ പറ്റും. സഹോദരനോട്, നമുക്ക് ശത്രുവിനോട് ക്ഷമിക്കണം എന്നാണ് നമ്മളോട് കർത്താവ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ സഹോദരനോട് എന്ത് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും നമുക്ക് ക്ഷമിക്കാൻ പറ്റും. സഹോദരൻ, അവന് കുറച്ച് ധനം കൂടുതൽ ആവശ്യമാണെങ്കിൽ എൻ്റേതുകൂടെ എടുത്തുകൊള്ളുവാൻ, വിട്ടുവീഴ്ച ചെയ്യുവാൻ നമുക്ക് മനസ്സുണ്ടാകണം. നമുക്ക് എന്ന് പറഞ്ഞാൽ ദൈവത്തെ വിശ്വസിക്കുന്ന ഒരാൾക്ക് അത് സാധ്യമാകണം. നമ്മുടെയൊക്കെ പല ചിന്തകളും തർക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അയൽവക്കാരനോട് വഴക്കുണ്ടാകുമ്പോൾ പറയും, ഞാൻ ഇന്ന് പ്രാർത്ഥിക്കും, അല്ലേ, ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചിട്ട് അതിൻ്റെ മറുപടി നിന്നെ ദൈവം കാണിക്കുമെന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും? അവനെ പേടിപ്പിക്കും. അവനും വീട്ടിൽ പോയി അത് തന്നെ പറയും, കർത്താവേ, അവനെതിരെ, അല്ലെങ്കിൽ അവന് പ്രതികൂലമായി, അല്ലെങ്കിൽ അവനേക്കാൾ കൂടുതലായി എനിക്ക് ദൈവം എന്നെ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം എന്നാണ്. എന്നാൽ വിവാദങ്ങൾക്കിടയിൽ കർത്താവ് കടന്നു വരികയില്ല. വിട്ടുകൊടുക്കുന്നവന്റെ ഇടയിലേക്കാണ് കർത്താവ് കടന്നു വരുന്നത്. അപ്പോൾ നമ്മുടെ സഹോദരനുമായി ഒരു സ്വത്ത് തർക്കമുണ്ടായാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു ആശയങ്ങൾ വിപരീതമായിട്ടുണ്ടെങ്കിൽ നാം വിട്ടുകൊടുക്കുവാൻ തയ്യാറാകണം. വിട്ടുകൊടുക്കുവാൻ തയ്യാറാകണം എന്ന് പറഞ്ഞാൽ അതിന് തക്ക ആത്മീയ കാഴ്ചപ്പാട് നമുക്ക് പ്രാപിച്ചാൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. എബ്രായ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ അതിൻ്റെ 24 മുതൽ ഉള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ, മോശ വളർന്നപ്പോൾ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കുന്നത് നിരസിച്ചു. അടുത്ത ഫറവോനാണ്. ഈജിപ്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും തുടർന്ന് അനുഭവിക്കേണ്ട മോശ അതെല്ലാം നിരസിച്ചിട്ട് ക്രിസ്തുയേശുവിനോടുള്ള കൂടിയുള്ള കഷ്ടം തിരഞ്ഞെടുത്തു എന്നാണ് നമുക്ക് എബ്രായ ലേഖനത്തിൽ കാണുവാൻ തക്കണം കഴിയും. ദൈവനാമത്തിനു വേണ്ടി, ദൈവിക വചനത്തിനനുസരിച്ച് നാം എന്ത് ചെയ്യണം? വിട്ടുകൊടുക്കുവാൻ തയ്യാറാകണം. ലൂക്കോസിന്റെ സുവിശേഷം അതിൻ്റെ നമ്മൾ ഇന്ന് വായിച്ചതിൻ്റെ തന്നെ 15-ാം വാക്യത്തിൽ, 12-15 ഇങ്ങനെ പറയുന്നു, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവീൻ. ആ വന്ന ഒരുത്തനോട് കർത്താവ് പറയുന്നത് എന്താണ്? അവൻ്റെ ഉദ്ദേശം വീതം പങ്കിടുക. അപ്പോൾ അവൻ്റെ വീതം പങ്കിടുമ്പോൾ അവന് കുറച്ച് ലഭിക്കാൻ സാധ്യത ഉണ്ടായിരുന്നുള്ളൂ. കർത്താവിനോട് പറയാണ്, നീ എനിക്ക് പകുതി വാങ്ങിച്ച് തരണം. അവനോട് കർത്താവ് പറയാണ്, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവീൻ എന്നാണ് പറയുന്നത്. ദ്രവ്യാഗ്രഹം ആ ആളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. അതിനുവേണ്ടി അവൻ പരിശ്രമം തുടങ്ങി. സാധ്യമാകാതെ വന്നപ്പോൾ, അല്ലെങ്കിൽ കോടതിയിലൊക്കെ പോയി കാണും, അവിടെ നിന്നൊക്കെ അവനൊരു നീതി കിട്ടിയില്ല. നീതി കിട്ടിയില്ലെന്ന് വെച്ചാൽ അവൻ അനുകൂലമായ ഒരു ഉത്തരവ് കിട്ടാത്തത് കൊണ്ട് അവൻ കർത്താവിൻ്റെ അടുക്ക വന്നിട്ട്, കർത്താവുമ്പോൾ എല്ലാം ചെയ്യുമല്ലോ, എല്ലാം റെഡിയാക്കി കൃത്യമായി കൊടുക്കും എന്നൊരു ധാരണ കൊണ്ടാണ് അവൻ അവിടെ വന്നത്. അപ്പോൾ അവനോട് പറയാണ്, ആ സമൂഹത്തോട് കർത്താവ് പറയാണ്, സകല ദ്രവ്യാഗ്രഹം സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവീൻ. ഇപ്പോൾ ദ്രവ്യാഗ്രഹം ഒരു മനുഷ്യന്റെ ഇടയിലേക്ക് കടന്നു വന്നാൽ അത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്ന് ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ദ്രവ്യാഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ കർത്താവ് നമ്മുടെ ഉള്ളിൽ നിന്ന് മാറിപ്പോകും. നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ധനം നമുക്ക് വേണമെന്ന്, നമുക്ക് ജോലി ചെയ്ത് പണം ഉണ്ടാക്കാം, നമുക്ക് ബിസിനസ് ചെയ്ത് പണം ഉണ്ടാക്കാം. പക്ഷേ പണത്തോടുള്ള അമിതമായ ആഗ്രഹം കാരണം നമുക്ക് നമ്മുടെ സാമൂഹ്യ നീതിയെ അവഗണിച്ചുകൊണ്ട്, ദൈവവചനത്തെ അവഗണിച്ചുകൊണ്ട് നാം അത് നേടിയെടുക്കുന്നതിനെയാണ് ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത്. ആ ദ്രവ്യാഗ്രഹം മനസ്സിലുണ്ടാകുമ്പോൾ
കർത്താവ് നമ്മുടെ ഉള്ളിൽ നിന്ന് നീങ്ങിപ്പോകും, അല്ലെങ്കിൽ കർത്താവ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങിപ്പോകുവാനുള്ള സാധ്യതയാണ് ഉള്ളത്. 1 തിമോഥെയോസിന്റെ ലേഖനം 6-ാം അധ്യായത്തിലും 6:10 അത് തന്നെ പറയുന്നു, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് കാംക്ഷിച്ചിട്ട് ചിലർ വിശ്വാസം വിട്ടൊഴിഞ്ഞ് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. ദ്രവ്യാഗ്രഹം നമ്മുടെ നിത്യത നഷ്ടപ്പെടുത്തുന്നതാണ്. നമ്മൾ എന്തിനാണ് ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത്? നമുക്ക് രോഗങ്ങൾ വരാതിരിക്കുവാൻ മാത്രമല്ല, നമുക്ക് ദുഃഖങ്ങൾ വരാതിരിക്കുവാൻ മാത്രമല്ല, ദേവദാസൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു ന്യായവിധിയുണ്ട്. ആ ന്യായവിധിക്ക് ശേഷം നമുക്കൊരു നിത്യതയുണ്ട്. ആ നിത്യതയിൽ കർത്താവിനോട് കൂടെ നമുക്ക് വസിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ആലയത്തിൽ കടന്നു വരുന്നത്. അതിനുവേണ്ടിയാണ് നാം പ്രാർത്ഥിക്കുന്നത്, അതിനുവേണ്ടിയാണ് നമ്മൾ പ്രസംഗം കേൾക്കുന്നത്, അതിനുവേണ്ടിയാണ് ദൈവവചനത്തിന് അനുസൃതമായി നാം ജീവിക്കുന്നത്. നാം എന്ത് ചെയ്യണം? ഈ ദ്രവ്യാഗ്രഹം നമ്മുടെ നിത്യത നഷ്ടപ്പെടുത്തുന്നതാണ്. ഈ ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത് സമ്പത്ത് മാത്രമല്ല, ജീവിതത്തിന്റെ നമ്മുടെ ദൈവവചനത്തിന് വിരുദ്ധമായി നേടുന്നതെന്തും അത് ദ്രവ്യാഗ്രഹത്തിന്റെ ഭാഗമാണ്. അനന്യാസും സഫീറയും അവരുടെ വസ്തു തന്നെയാണ്. പക്ഷേ ദൈവത്തിന്റെ മുമ്പിൽ വന്ന് പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുക വഴി അവർ രണ്ടുപേരും മരണത്തിനിരയായി. ദ്രവ്യാഗ്രഹം ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. ദൈവം ആഗ്രഹിക്കാത്തത് കൊണ്ട് നമ്മളിൽ നിന്ന് ദൈവം അകന്നു പോകുവാനുള്ള സാധ്യതയുണ്ട്. ദൈവനാമത്തിനു വേണ്ടി, ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കുന്നവന് ലാഭമുണ്ട്. ഉപേക്ഷിക്കുന്നവന് ലാഭമുണ്ട് എന്നാണ് ദൈവവചനം നമ്മളോട് പറയുന്നത്. അത് നമ്മുടെ ലാഭനഷ്ടങ്ങളൊക്കെ നിത്യതയിലാണ് അതിനൊരു തീരുമാനമുണ്ടാകും. നിത്യതയിൽ നമുക്ക് എന്ത് കിട്ടും? നിത്യതയിൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലത്തെ ആശ്രയിച്ചാണ് നമ്മുടെ ഈ ലോകത്തിലെ ലാഭമാണോ നഷ്ടമാണോ നമ്മുടെ ജീവിതം എന്ന് നമുക്ക് തീരുമാനിക്കുവാൻ കഴിയുകയുള്ളൂ. ഈ ലോകത്തിൽ നമുക്ക് നഷ്ടമായിരുന്നു, ഈ ലോകത്തിൽ നമ്മൾക്ക് എന്തെല്ലാം നേടിയാലും നമ്മുടെ ജീവിതം നഷ്ടമാണോ ലാഭമാണോ എന്ന് തീരുമാനിക്കുന്നത് നിത്യതയിൽ കിട്ടുന്ന പ്രതിഫലമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് സ്വത്രാക്ഷിക്കൊക്കെ എന്ത് ചെയ്യുന്നത്? പ്രതിഫലം തന്നിടുവാൻ. സത്യത്തിൽ പ്രതിഫലം നമ്മൾ ഇടുന്ന കാശിൻ്റെ കാര്യത്തിലല്ല, നിത്യതയിൽ നമ്മൾ ഈ ലോകത്ത് എത്ര നാൾ ദൈവം അനുവദിച്ചു തന്നോ ഈ ലോകത്തിൽ ഇത്ര നാൾ ദൈവം അനുവദിച്ചു തന്ന അത്രയും നാൾ നാം എങ്ങനെ ജീവിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വർഗത്തിൽ നമുക്ക് പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം അനുസരിച്ചാണ് നമ്മുടെ ജീവിതം നഷ്ടമാണോ ലാഭമാണോ എന്ന് തീരുമാനിക്കുന്നത്. ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവർക്കാണ് ഈ ദ്രവ്യാഗ്രഹം കടന്നു വരുന്നത്. സ്വർഗത്തിൽ നമുക്ക് എന്താണ് പ്രതിഫലം ലഭിക്കുന്നു എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം നഷ്ടം തന്നെയാണ്. നമ്മൾ ഈ ലോകത്തിലെ സമ്പത്ത് നേടിയാൽ നമുക്ക് ഈ ലോകത്തിലത് പ്രയോജനമുണ്ടെന്നുള്ളതേ ഉള്ളൂ. എന്നാൽ അങ്ങേ ലോകത്ത് നിത്യതയിൽ നമുക്ക് അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകുകയില്ല. എന്നാൽ ഇന്നത്തെ കാലത്തെ ദൈവദാസന്മാരൊക്കെ പഠിപ്പിക്കുന്നത് മറ്റൊരു സുവിശേഷമാണ്. സ്വയം ത്യജിച്ച് കർത്താവിനെ പിൻപറ്റുക എന്നുള്ളതാണ് വിശ്വാസത്തിന്റെ തന്നെ പ്രാരംഭ നടപടി. നമുക്കറിയാം, പത്രോസിനെ കർത്താവ് വിളിക്കുമ്പോൾ വലയും വള്ളവും എല്ലാം ഇട്ടിട്ട് എന്ത് ചെയ്തു? പോയി. ശിഷ്യന്മാരെ എല്ലാം വിളിച്ചപ്പോൾ അവരെല്ലാം ഓരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് അടുക്കി പെറുക്കി അതിൻ്റെ കണക്കെല്ലാം കൂട്ടി എഴുതി അതെല്ലാം ഒരു തീരുമാനം എപ്പിച്ചിട്ട് പോകാം എന്നവർ തീരുമാനിച്ചില്ല. കർത്താവ് വിളിച്ചപ്പോൾ ഉടൻ തന്നെ എല്ലാം ഉപേക്ഷിച്ച് പിന്നിനെക്കുറിച്ച് മുമ്പിനെക്കുറിച്ചും ഒന്നും ചിന്തിക്കാതെ ഇറങ്ങിത്തിരിച്ചവരാണ്. വിശ്വാസത്തിന്റെ പേരിൽ, ദൈവ പൈതലായതിൻ്റെ പേരിൽ ലക്ഷക്കണക്കിന് പണം വെറുതെ അല്ലെങ്കിൽ അത് ഉപേക്ഷിച്ചിട്ട് പോയവരുണ്ട്. വലിയ വലിയ ജോലികൾ ഉപേക്ഷിച്ചു പോയവരുണ്ട്. എല്ലാ സമ്പത്തും സ്വന്തം വീടുമൊക്കെ ഉപേക്ഷിച്ചു പോയ അനേകരെ നമ്മൾക്ക് കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. നമ്മുടെ നോട്ടത്തിൽ എന്താണ്? ഈ ലോകത്തിന്റെ നോട്ടത്തിൽ അവരെല്ലാം മണ്ടന്മാരാണ്. ഇന്റർനാഷണൽ മണ്ടന്മാരായി നമുക്ക് അവരെ തോന്നും. കാരണം ഉണ്ടായിരുന്ന നല്ല ജോലി, ഉണ്ടായിരുന്ന വലിയ വീട്, ഉണ്ടായിരുന്ന വലിയ കാറ്, ഉണ്ടായിരുന്ന വലിയ ധനസമ്പാദനം എല്ലാം ഉപേക്ഷിച്ച് പോയ അനേക ആളുകളുണ്ട്. എന്നാൽ അവർക്ക് ലഭിച്ച കാഴ്ചപ്പാട് സ്വർഗത്തിൽ ദൈവം അവർക്ക് പ്രതിഫലം കൊടുക്കും എന്നുള്ള അവരുടെ ആ വലിയ കാഴ്ചയാണ് അവരെ അതിനുവേണ്ടി പ്രേരിപ്പിച്ചത്. യേശുക്രിസ്തുവിൻ്റെയും അപ്പോസ്തലന്മാരുടെയും കാലഘട്ടത്തിൽ ത്യജിക്കലായിരുന്നു, സ്വയം ത്യജിക്കലായിരുന്നു. ഇനി ഞാൻ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ മരിച്ചോട്ടെ ജീവിച്ചോട്ടെ, എനിക്കിനി മരിച്ചാലും പ്രശ്നമൊന്നുമില്ല എന്ന് അങ്ങനെ വിചാരിച്ച് ഇറങ്ങിത്തിരിച്ചവരാണ് ക്രൈസ്തവ വിശ്വാസികൾ. പഴയകാല ക്രൈസ്തവ വിശ്വാസികളെല്ലാം
അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് നമുക്ക് ദൈവവചനം വായിക്കും. കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ യോഹന്നാൻ മാത്രമേ ഉള്ളൂ സ്വാഭാവിക മരണം സംഭവിച്ചത്. പത്മോസിന്റെ ദ്വീപിൽ ചില കാലം ഏകാന്ത തടവിലായിരുന്നു, എന്നിട്ട് സ്വാഭാവിക മരണം സംഭവിച്ച ഒരാളാണ് യോഹന്നാൻ. എന്നാൽ യേശുവിന്റെ ശിഷ്യന്മാരിൽ എല്ലാവരും യൂദാതീതു കെട്ടിഞ്ഞാന്ന് ചത്തു. ബാക്കിയുള്ളവരെല്ലാം വലിയ പീഡനങ്ങൾക്കിരയായവരാണ്. പൗലോസ് പീഡനങ്ങൾക്കിരയായി മരിച്ചവരാണ്. പഴയകാല അപ്പോസ്തലന്മാരെല്ലാം വലിയ പീഡനം അനുഭവിച്ച് രക്തസാക്ഷികളായവരാണ്. അപ്പോൾ അവർ എന്തുകൊണ്ടാണ് ഇതെല്ലാം ഉപേക്ഷിച്ച് ആ പീഡനത്തിന്, ആ രക്തസാക്ഷിത്വത്തിന് ഇരയായി തീർന്നത് എന്ന് ചോദിച്ചാൽ അവർക്ക് വലിയൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. വലിയൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നത് കൊണ്ടാണ് അവർക്കത് സാധ്യമായത്. സ്വർഗത്തിൽ അവർക്ക് ലഭിക്കുന്ന ആ പ്രതിഫലത്തെക്കുറിച്ചുള്ള അവരുടെ അറിവാണ് അതിനവരെ പ്രേരിപ്പിച്ചത്. നമുക്കറിയാം, ഈ ലോകത്തിൽ തന്നെ പാർട്ടികൾക്ക് വേണ്ടി, പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, മതത്തിനു വേണ്ടിയൊക്കെ, രാജ്യത്തിനു വേണ്ടിയൊക്കെ അനേക രക്തസാക്ഷികളായി. നമുക്കറിയാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നതിൻ്റെ പിന്നിൽ എത്രയെത്ര രക്തസാക്ഷികളുടെ ചരിത്രം നമ്മൾക്ക് വായിക്കുവാനുണ്ട്. കാരണം എന്താണ്? അവർ കണ്ട ഒരു സ്വാതന്ത്ര്യ ഇന്ത്യയുണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വചനമനുസരിച്ച് ഇറങ്ങിത്തിരിച്ച്, അല്ലെങ്കിൽ കർത്താവ് നൽകുന്ന പ്രതിഫലത്തെക്കുറിച്ചുള്ള ആ വലിയ കാഴ്ചപ്പാട് ലഭിച്ചതുകൊണ്ടാണ് എല്ലാം മറന്ന് ദൈവനാമത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. നാളെ മരണം സംഭവിച്ചോട്ടെ. നമുക്കറിയാം, ഇന്ന് ദൈവവചനം പറഞ്ഞാൽ കൊന്നുകളയുന്ന ഇടങ്ങളിലേക്ക് പോലും ഇന്ന് സുവിശേഷ പ്രവർത്തനങ്ങളുമായി അനേകർ ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. നമുക്കറിയാം, ഗ്രഹാം സ്റ്റെയിൻസും ഭാര്യയും, അവരുടെ കുടുംബം, ഭാര്യയും കുടുംബം ഇല്ലേ, അവർക്കറിയാമായിരുന്നു അവർക്ക് ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അപകടം പറ്റുമെന്ന്. ഇതുപോലെ തന്നെ ദൈവനാമത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന, അനുഗ്രഹിക്കപ്പെട്ട കാഴ്ചപ്പാട് ലഭിച്ചിരിക്കുന്ന ഓരോരുത്തർക്കും സ്വർഗത്തിൽ വലിയ പ്രതിഫലമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഈ ലോകത്തിലെ സമ്പത്താണ് അനുഗ്രഹം എന്ന് വ്യാഖ്യാനിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആ പ്രലോഭനങ്ങളിൽ, അങ്ങനെയുള്ള ആ ഒരു പ്രസംഗങ്ങളിൽ നാം വീണുപോകുവാൻ തക്കവണ്ണം ഇടയാകരുത്. സുവിശേഷത്തെ അറിഞ്ഞ് ജീവിക്കുന്നവർക്ക് സുഖങ്ങളുണ്ടാകാം, ദുഃഖങ്ങളുണ്ടാകാം, പ്രതിസന്ധികളുണ്ടാകാം, രോഗങ്ങളുണ്ടാകാം, എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഈ ലോകത്തിൽ സാധാരണ മനുഷ്യനുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളും, എല്ലാ പ്രയാസങ്ങളും നമ്മൾ ഉണ്ടാകാം. പക്ഷേ നമുക്ക് ഇതിനെയൊക്കെ പ്രാർത്ഥിച്ച് ഇതിനെയൊക്കെ നേരിടുവാനുള്ള ഊർജം അല്ലെങ്കിൽ ധൈര്യം നമുക്ക് ദൈവം തരും. പരിശുദ്ധാത്മാവിന്റെ കൃപ നമ്മുടെ മേൽ പകരുന്നതാണ്. അതാണ് അവരും നമ്മൾ തമ്മിലുള്ള ആ ഒരു തിരിച്ചറിവ്, അല്ലെങ്കിൽ അതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം അതാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇവരൊരിക്കലും ഒരു സുവിശേഷത്തിൻ്റെ ഭാഗമല്ല. ഇങ്ങനെ നന്മയുടെ സുവിശേഷം മാത്രം പറയുന്ന, ദൈവത്തെ അറിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് രോഗങ്ങൾ ഉണ്ടാകത്തില്ല, ദുഃഖങ്ങൾ ഉണ്ടാകത്തില്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ, അതായത് ദൈവവചനത്തെ തെറ്റായി ചിത്രീകരിക്കുന്ന ഒരുപാട് ആളുകളുടെ കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ അനേക പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. എന്നാൽ പലതും ദൈവവചനത്തിന് വിരുദ്ധമായതാണ്. ദൈവവചനത്തിൽ നിന്ന് യാതൊരു സാമ്യവും കൽപ്പിക്കുവാൻ തക്കവണ്ണം കഴിയാത്ത ഒരുപാട് പ്രസംഗങ്ങളുണ്ട്. വചനത്തിൻ്റെ അറിവില്ലാത്തത് കൊണ്ട് നാം പലപ്പോഴും അതിൽ വീണുപോകുവാനുള്ള സാധ്യതയുണ്ട്. ഈ ലോകത്തിലെ നന്മയാണ് ദൈവ അനുഗ്രഹം എന്ന് പറയുന്നവരുണ്ട്. നാം ചിന്തിക്കാം, ഈ ലോകത്തിലുള്ളവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നന്മ കിട്ടുന്നുണ്ട്. ഈ ലോകത്തിലെ വലിയ നന്മയുള്ളവൻ കർത്താവിനെ അറിയുന്നവനൊന്നുമല്ല. അദാനിയും അംബാനിയും ഒന്നും എന്തില്ല, കർത്താവിനെ അറിയുന്നവരല്ല. ചിലർ അപ്പോൾ അവരോട് ചോദിക്കുകയാണ്, അവർ പറയും നമുക്ക് തരുന്നതെല്ലാം കർത്താവും അവർക്ക് കൊടുക്കുന്നതെല്ലാം പിശാചുമാണെന്ന് പറയും. അങ്ങനൊരു ഇതില്ല, അങ്ങനൊരു കാഴ്ചയേ ഇല്ല, അങ്ങനൊരു വ്യാഖ്യാനം അതിലില്ല. ത്യജിക്കുക, സഹോദരന് വേണ്ടി വിട്ടുകൊടുക്കുക. സ്വന്തം സഹോദരന് വേണ്ടി നമുക്കൊരു വിട്ടുവീഴ്ച ചെയ്യുവാൻ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവന് ഒരു നന്മ ചെയ്യുവാൻ, ഒരു വിട്ടുവീഴ്ച ചെയ്യുവാൻ ഓരോ വിശ്വാസിയും ബാധ്യസ്ഥരാണ്. ഒരു നന്മ നമ്മുടെ സഹോദരൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം സഹോദരൻ മാത്രമായിരിക്കണമെന്നില്ല. നമ്മുടെ വിശ്വാസിയും ഒരു സഹോദരനാണ്. നമ്മുടെ ചുറ്റുവട്ടത്തും താമസിക്കുന്നവനും സഹോദരനായി കാണുവാൻ തക്കവണ്ണം കഴിയുന്നെങ്കിൽ മാത്രമേ നമുക്ക് അത് സാധ്യമാകൂ. ഈ ക്രിസ്തീയ ജീവിതം ഈ ലോകത്തിൽ ഇങ്ങനെ വിജയകരമാക്കി തീർക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകുന്നത് ദൈവവചനത്തിലുള്ള നമ്മുടെ ആഴമേറിയ അറിവും വിശ്വാസവും കൂടി ചേർന്നതാണ് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ ക്രിസ്തീയ ജീവിതം അപ്പോൾ നഷ്ടമല്ലേ? വിട്ടുകൊടുക്കുന്നത് നഷ്ടമല്ലേ? അല്ലെങ്കിൽ ഉപേക്ഷിക്കുന്നത് നഷ്ടമല്ലേ എന്ന് നമുക്കൊരു തോന്നലുണ്ടാകാം. പക്ഷെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ സുവിശേഷത്തിന് അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിന് ലാഭകരമായതൊന്നും ഈ ലോകത്തിലില്ല എന്നുള്ളത് തന്നെയാണ് ദൈവവചനം നമ്മളോട് പഠിപ്പിക്കുന്നത്. എന്നാൽ നാം നമ്മുടെ ജീവനെ ത്യജിക്കുമ്പോൾ നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നു.
മർത്യമായതിനെ നാം ത്യജിക്കുമ്പോൾ അമർത്യമായത് നമുക്ക് ലഭിക്കുന്നു. ആത്മീക മരണത്തിനു പകരം നമുക്കൊരു വീണ്ടും ജനനം നമുക്ക് നൽകുന്നു. ശാരീരിക മരണത്തിനു പകരം നമുക്കൊരു നിത്യത തരുന്നു. അങ്ങനെ നിത്യത നൽകുന്ന, പുനരുദ്ധാനം നൽകുന്ന ഒരു കർത്താവ് നമുക്കുള്ളത് കൊണ്ട് ആ സ്വർഗത്തിലെ അല്ലെങ്കിൽ നമുക്ക് നിത്യതയിൽ ലഭിക്കുന്ന പ്രതിഫലമാണ് നമ്മുടെ അനുഗ്രഹം. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലാഭവും നഷ്ടവും തീരുമാനിക്കുന്നത്. ഭൗതികതയോടുള്ള അടങ്ങാത്ത ആസക്തി കൊണ്ട് ദൈവാനുഗ്രഹത്തിൻ്റെ പേരിൽ ആഡംബര ജീവിതം ജീവിച്ചിട്ട് ഇതൊക്കെ ദൈവം തന്നതാണെന്ന് പറയുന്ന ഒരുപാട് ദൈവദാസന്മാരെ അല്ലെങ്കിൽ സുവിശേഷകരെ നമ്മൾക്ക് കാണുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം നാം ഒഴിഞ്ഞിരിക്കണം. കാരണം നിത്യതയിൽ നമ്മളിവിടെ ചെയ്യുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രതിഫലം, ഓരോ നന്മയുടെയും പ്രതിഫലം സ്വർഗത്തിൽ നമുക്കുണ്ട്. നമുക്ക് പ്രതിഫലമായി ലഭിക്കും. ഇവിടെ 1000 രൂപ കൊടുക്കുമ്പോൾ അവിടെ 1000 രൂപ കിട്ടുമെന്നല്ല, അവിടെ നമുക്ക് മറ്റു പ്രതിഫലങ്ങളാണ് കിട്ടുന്നത്. ആ പ്രതിഫലം പ്രാപിക്കുവാനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രതിഫലം തന്നിടുവാനുള്ള പാട്ടൊക്കെ നമ്മൾ പാടുന്നത്. നിത്യതയിൽ ലജ്ജയുണ്ടായി എല്ലാവരും പ്രതിഫലമൊക്കെ വാങ്ങിച്ചിങ്ങനെ ഈ സൺഡേ സ്കൂളിൻ്റെ വാർഷികമൊക്കെ നടത്തുമ്പോൾ കുറച്ച് പിള്ളേർക്ക് എന്ത് ചെയ്യും, സമ്മാനമൊക്കെ കിട്ടും. ബാക്കിയുള്ള പിള്ളേർക്ക് ഇങ്ങനെ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കും. പിന്നെ ഇപ്പോഴും എന്ത് ചെയ്യും, എല്ലാവർക്കും ഒന്ന് സമ്മാനമൊക്കെ, പ്രോത്സാഹന സമ്മാനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്വർഗത്തിൽ ചെന്നിട്ട് അവിടെ ലജ്ജിച്ചിരിക്കുവാൻ്റെ ഗുണം നമുക്ക് ഇടയാകരുത് എന്ന് ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. പ്രതിഫലം വാങ്ങിക്കണം. അതിന് നാം ഇവിടെ ദൈവവചനത്തിനനുസൃതമായി ജീവിച്ചാൽ നമുക്ക് തീർച്ചയായും നമുക്കത് സാധ്യമായി തീരും. നമുക്ക് മാത്രം, എനിക്കും എൻ്റെ കുടുംബത്തിനും എന്ന് വിചാരിക്കുന്ന ആൾ, ഒരു നന്മയും ചെയ്യാത്ത എത്ര വിശ്വാസികളുണ്ട് എന്ന് നമുക്കറിയാം. ഒരു 50 അല്ലെങ്കിൽ 100 പേരെടുത്ത ഒരു 25% മാത്രമേ നന്മ ചെയ്യൂ. ഒരു നന്മയും ചെയ്യാത്ത വളരെയധികം ആളുകളുണ്ട്. ഒരു ചെറിയ നന്മ പോലും ചെയ്യാത്ത എത്രയെത്ര വിശ്വാസികളുണ്ട്. അപ്പോൾ അവരൊക്കെ ഏത് ദൈവവചനമാണ്, ഏതു തിരുവചനമാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നുള്ളത് വളരെ ഖേദകരമാണ്. ഒരു നന്മയും ചെയ്യാത്ത എത്രയെത്ര ആളുകളുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത്. നമുക്ക് പരിചയമുള്ള ഒരുപാട് പേരെ നമുക്ക് കാണുന്നു, ഒരു നന്മയും ചെയ്യാത്ത. എന്നാൽ ഓരോ നന്മയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നമുക്ക് പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിശുദ്ധിയോടെ വേർപാടോടെ ജീവിച്ചാൽ ചെന്ന് മാത്രമേ നമുക്ക് ആ പ്രതിഫലം കിട്ടത്തുള്ളൂ. നമുക്ക് പ്രതിഫലം അവിടെ ഉണ്ട്, പക്ഷേ നമുക്ക് വാങ്ങിക്കാൻ, നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം വൃഥയാണ്. നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ ആ യേശുക്രിസ്തു അവിടെ ഒരു ഉപമ പറയുന്നുണ്ട്. ഒരുത്തൻ ധനം സമ്പാദിച്ചിട്ട് അതിനകത്ത് ഞാൻ തിന്നുക, കുടിക്കുക, ആസ്വദിച്ച് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞ ഒരാൾ അങ്ങനെ ഒരു ചരിത്രം പറയുമ്പോൾ കർത്താവ് അവനോട് പറയുന്നുണ്ട്. 20-ാം വാക്യത്തിൽ പറയുന്നു, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? നമ്മൾ കൂട്ടിവെക്കുന്നതൊക്കെ അനുഭവിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം വൃഥയാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ ഇന്ന് മരിച്ചു പോയാൽ നമ്മുടെ തലമുറ അനുഭവിക്കും എന്ന് നമുക്കൊരു ചിന്തയുണ്ടെങ്കിൽ നമ്മുടെ തലമുറയും അത് അനുഭവിക്കണം എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയാത്ത അല്ലെങ്കിൽ ഉറപ്പിക്കാൻ കഴിയാത്ത ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന് നാം മനസ്സിലാകണം. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവവചനത്തിന് അനുസൃതമായി ജീവിച്ചു കഴിഞ്ഞാൽ തലമുറകളായി നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവം, അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും ദൈവമായ നമ്മുടെ ദൈവം നമ്മുടെ തലമുറകളെയും അനുഗ്രഹിക്കുവാനും അത് അനുഭവിക്കുവാൻ തക്കവണ്ണം അവർക്ക് സാധ്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇങ്ങനെയുള്ള ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് നമ്മുടെ തലമുറയെ മാറ്റി നിർത്തണം. അവർക്ക് ആവശ്യമായത് നല്ല ജോലി കിട്ടട്ടെ, നല്ല ശമ്പളം കിട്ടട്ടെ, നല്ല ബിസിനസ് ചെയ്യട്ടെ, അവർക്ക് പൈസ കിട്ടട്ടെ. പക്ഷേ ദ്രവ്യാഗ്രഹം അവരുടെ ഉള്ളിൽ ഉണ്ടാകാതെ വണ്ണം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ അത് പരിശീലിപ്പിക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. മാത്രമല്ല, സ്വർഗത്തിൽ നമ്മുടെ പ്രതിഫലമുണ്ട്. നമ്മുടെ ഈ ജീവിതത്തിൻ്റെ ലാഭനഷ്ടങ്ങൾ നോക്കുന്നത് സ്വർഗത്തിലെ പ്രതിഫലമനുസരിച്ചാണ്. നമ്മുടെ ലാഭം നിത്യമായിരിക്കണം. നമുക്കിപ്പം ഇന്ന് 500 രൂപയുടെ ലാഭമുണ്ടായി. നമ്മൾ ഇന്നൊരു ബിസിനസ് ചെയ്തു, 500 രൂപയുടെ ലാഭമുണ്ടായി. നാളെ 500 രൂപ നഷ്ടപ്പെട്ടു പോയാൽ അത് ലാഭമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ലാഭം നിത്യമായിരിക്കണം. സ്വർഗത്തിൽ കിട്ടുന്ന ലാഭമെല്ലാം നിത്യതയോളമുള്ളതാണ്, അല്ലെങ്കിൽ നിത്യമായതാണ്. ഇന്ന് നമ്മൾ ഇവിടെ ജീവിച്ച് നമ്മൾ നേടുന്ന എല്ലാ പ്രതിഫലവും സ്വർഗത്തിൽ നിത്യമായിരിക്കും. നിത്യമായതാണ് ലാഭം ആണ് എന്ന് നമുക്ക് പറയുവാൻ തക്കവണ്ണം കഴിയുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ് നാം എന്ത് ചെയ്യേണ്ടത്? പരിശ്രമിക്കേണ്ടത്. ക്രിസ്തു നിമിത്തം എല്ലാം ഛേദം എന്നെണ്ണുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകണം. തുല്യത നേടുവാനല്ല, സഹോദരനോട് അവനോട് മസിൽ പിടിച്ച് കേസ് നടത്തി നമുക്ക് തുല്യത നേടുവാനല്ല.
കർത്താവ് നമ്മുടെ ഇടയിലേക്ക് വരുമ്പോൾ, പ്രശ്നപരിഹാരകനായി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മളോട് പറയുന്നത് വിട്ടുകൊടുക്കുവാനാണ്. വിട്ടുകൊടുക്കുക, സഹോദരന് വേണ്ടി വിട്ടുകൊടുക്കുക. അവൻ വിട്ടുകൊടുത്ത് അവനത് അനുഭവിക്കട്ടെ, അവൻ്റെ തലമുറകൾ അനുഭവിക്കട്ടെ. ദൈവം നമുക്ക് തരുവാൻ കടപ്പെട്ടവന്. വിട്ടുകൊടുക്കുന്നവനെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. തീർച്ചയായും നമ്മൾക്ക് അങ്ങനെ ഒരു അനുഗ്രഹമുണ്ടാകും. തലമുറകളെ തീർച്ചയായും വിട്ടുകൊടുക്കുന്നവന്, ദൈവനാമത്തിനു വേണ്ടി നന്മകൾ ചെയ്യുന്നവനെ ദൈവം തീർച്ചയായും അനുഗ്രഹിക്കും. വിട്ടുകൊടുക്കുന്നത് ഈ ലോകത്തിൽ തന്നെ ഒരുപക്ഷെ ദൈവം നമുക്ക് തിരികെയും തരും. മാത്രമല്ല സ്വർഗത്തിൽ അതൊരു വലിയ പ്രതിഫലമായി തീരുവാൻ തക്കോണം ഇടയായിത്തീരും. നിത്യമായ ലാഭം നമുക്കുണ്ടാകണം. ആത്മാവിൻ്റെ നിത്യത നമുക്കുണ്ടാകണം. അനുബന്ധ പ്രതിഫലങ്ങളും നമുക്കുണ്ടാകണം. സ്വർഗത്തിൽ ആത്മാവ് നിത്യമായിരിക്കും. നമ്മുടെ പ്രതിഫലങ്ങളും നിത്യമാണ് എന്ന് നാം കരുതുന്നു. ഭൗതിക കാര്യങ്ങളെ അയഞ്ഞ രീതിയിൽ നാം ഇടപെടുകയും ആത്മീക കാര്യങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറുവാൻ തക്കോണം നമുക്ക് സാധ്യമാകണം. അപ്പോൾ സ്വർഗത്തിൽ ഒരു ന്യായവിധിയുണ്ട്. നിത്യതയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ന്യായവിധിയുണ്ട്. ദേവദാസൻ മുമ്പേ പറഞ്ഞത് പോലെ തന്നെ ഒരു ന്യായവിധിയുണ്ട്. ആ ന്യായവിധിയിൽ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ? നഷ്ടമാണെങ്കിൽ നമുക്ക് നിത്യ നരകമാണ് ലഭ്യമാകുന്നത്. ലാഭമാണെങ്കിൽ നമുക്ക് നിത്യതയാണ്. കർത്താവിനോടുകൂടെ ഒരു നിത്യത നമുക്ക് ലഭിക്കുവാൻ തക്കോണം ഇടയായിത്തീരും. ഇവിടെ പറയുന്നു, നിങ്ങൾ ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയതാർ. എന്നാൽ അങ്ങനെ ചോദിക്കുന്ന കർത്താവിൻ്റെ വരവിന് ശേഷം ഒരു ന്യായവിധിയുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ദേവദാസൻ മുമ്പേ വായിച്ച വാക്യം 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, എന്തെന്നാൽ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടേണ്ടതാകുന്നു. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നന്മയാണോ ചെയ്തത്, തീയതാണെങ്കിലും എല്ലാത്തിനും പ്രതിഫലമുണ്ട്. നമ്മൾ ഓർക്കും നമ്മൾക്കാർക്കും ദോഷമില്ലാതെ ജീവിക്കുന്ന ചില ആളുകൾ, ആരോടും വഴക്കുമില്ല, ആരോടും പിണക്കുമില്ല. അങ്ങനെയുള്ളവരെ ദൈവവചനം പറയുന്നത്, നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, നിന്നെ ഞാൻ വായിൽ നിന്ന് ചെയ്യും ഉമിണ്ണ് കളയും. അതായത് ഒരു സാധനം വായിലിട്ട് ചവച്ച് കുഴപ്പിക്കഴിഞ്ഞിട്ട് തുപ്പിക്കളഞ്ഞ അതൊരു പ്രയോജനമില്ലാത്ത പോലെ ഉഴപ്പിക്കളയും. അപ്പോൾ ഒന്നുകിൽ നല്ലവനായിരിക്കണം. മോശക്കാരനെ ഒരു പരുവത്ത് ജീവിച്ച് നടുക്കൂടെ ജീവിച്ചിട്ട് നരകത്തിൽ പോകുന്നതിനേക്കാൾ മോശമായിട്ട് ജീവിച്ച് നരകത്തിൽ പോകുന്ന നല്ലതല്ലേ? നല്ലതായി ജീവിക്കുക. നല്ലവൻ എന്തുണ്ട്? നല്ലതാകിലും തീയതാകിലും പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം നല്ലതാണോ തീയതാണോ എന്ന് ന്യായവിധിക്ക് ശേഷമേ നമുക്ക് മനസ്സിലാകൂ. അപ്പോൾ ന്യായാസനത്തിന് മുമ്പ് എല്ലാവരും ചെല്ലും. ഈ ഇരിക്കുന്ന നമ്മളെല്ലാം ചെല്ലും. അന്ന് കർത്താവെ ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ, അന്ന് ഇന്നാൾ പ്രസംഗിച്ചതല്ലേ, ഞാനത് കേട്ടില്ലെന്ന് പറഞ്ഞാൽ ഈ ഭിത്തി അന്ന് എന്ത് ചെയ്യും? നമുക്ക് വേണ്ടി സാക്ഷി പറയും. അതായത് കള്ളം നമുക്ക് പറയുവാനന്ന് കഴിയുകയില്ല. നമ്മുടെ എല്ലാം ഒരു സ്ക്രീനിൽ നമുക്ക് വെളിപ്പെട്ടു വരുന്ന പോലെ ചില മിനിറ്റുകൾ കൊണ്ട്, ചില സെക്കൻഡുകൾ കൊണ്ട് കർത്താവ് നമ്മുടെ തെറ്റുകളെ ബോധ്യമാകും. എന്നിട്ട് കത്തുന്ന തീച്ചുള്ളിലേക്ക് എന്ത് ചെയ്യും? നമ്മളെ കളയും. നമ്മളെയല്ല, കർത്താവിനെ അനുസരിക്കാതെ. അപ്പം നിത്യമായൊരു ന്യായവിധിയുണ്ട്, നിത്യതയിൽ പ്രതിഫലമുണ്ട്. ഈ ലോകത്തിലെ സമ്പത്തിനു വേണ്ടി നമ്മൾ ആഗ്രഹിക്കരുത് എന്നല്ല, അത് നമുക്ക് ആവശ്യമില്ലാത്തത് അല്ലെങ്കിൽ നമുക്ക് കൂടുതലായി നേടുവാൻ ദൈവഹിതമല്ലാത്ത രീതിയിൽ നേടുന്നതെല്ലാം ദ്രവ്യാഗ്രഹമാണ്. എന്നാൽ ഈ ലോകത്ത് വലിയ ധനമാണ്, കോടിക്കണക്കിനായിട്ടുള്ള ദൈവമക്കളുമുണ്ട്. കാരണം അവർ സമ്പാദിച്ച് നേടിയതാണ്. പക്ഷെ അവർക്കെന്തില്ല? ദ്രവ്യാഗ്രഹം ഉണ്ടായിട്ടില്ല. പണം കൂടുതൽ ഉള്ളവൻ ദ്രവ്യാഗ്രഹിയാണ് എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാകരുത്. പണത്തിൻ്റെ അളവല്ല, നമ്മുടെ മനോഭാവമാണ്. മനോഭാവത്തിനനുസരിച്ചാണ് ദൈവം പറഞ്ഞത് അല്ലേ? നമ്മുടെ മനോഭാവമാണ്, നമ്മൾ ചെയ്യുന്നതിൻ്റെ മനോഭാവം അനുസരിച്ചാണ് നമുക്കത് ലഭ്യമായി. നമ്മളെ തന്നെ നമുക്കൊരുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിനോടുകൂടെ നിത്യതയിൽ വസിക്കുവാൻ, പ്രതിഫലങ്ങളിൽ സന്തോഷിച്ച് കർത്താവിൻ്റെ പരിലാളനകളിൽ വാഴുവാൻ തക്കവണ്ണം നിത്യതയിൽ നമ്മളെ ദൈവം സഹായിക്കട്ടെ. അതിനുവേണ്ടി എല്ലാ ദൈവമക്കളെയും ആഹ്വാനം ചെയ്യുന്നു. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.